പ്രവചനത്തിലേക്ക് കിടക്കാം. വായിക്കാം. യെശയ്യാ പ്രവചനം 55-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 55-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. മതി. ആമേൻ. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. ഞാൻ ഈ വാക്യത്തിൽ നിന്നല്ല ഇന്ന് ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ പ്രാരംഭമായി ഈ വാക്യം ഒന്നെടുത്ത് വായിപ്പിച്ചെന്നത് മാത്രമേ ഉള്ളൂ. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല. നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇന്ന് ഒരുപാട് കണക്ക് കൂട്ടലുകളൊക്കെ ആയിട്ടായിരിക്കാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളായിരിക്കുന്നത്. ഒരുപാട് പ്ലാനുകളായിട്ടായിരിക്കാം, പദ്ധതികളായിട്ടായിരിക്കാം. അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും കർത്താവേ, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലങ്ങളാണല്ലോ. അങ്ങനെ ചിന്താധീനമായി വിവിധമായ വിചാരങ്ങളൊക്കെ ആയിട്ട് കടന്നു വന്നിരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇന്ന് സന്ധ്യാസമയം ഈ വാക്യം ഇടപെടുന്നത്. ഭാരപ്പെടേണ്ട. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ദൈവം ചിന്തിക്കുന്നത്. നമ്മൾ വിചാരപ്പെടുന്നത് പോലെയല്ല ദൈവം വിചാരപ്പെടുന്നത്. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല. എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികൾ അല്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾക്ക് എല്ലാ കാര്യത്തിനും ഒരു റൂട്ട് മാപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ ചർച്ചിനകത്ത് തന്നെയാണെങ്കിൽ തന്നെയും നമ്മൾ ഒരുപക്ഷെ ഞാനൊക്കെ ആദ്യ നാളുകളിലൊക്കെ ഇങ്ങനെ ചിന്തിച്ചൊക്കെ പോയിട്ടുണ്ട്. അയാളോട് ഒന്ന് സംസാരിച്ച പോരെ, അല്ലെങ്കിൽ ആ സഹോദരനോട് ദൈവം ഒന്ന് ഇടപെട്ടാൽ പോരെ. നമ്മുടേതായ ഒരു വിഷയം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും വ്യക്തികളെയൊക്കെ ഫോക്കസ് ചെയ്യും. എന്നിട്ട് ദൈവത്തിനൊന്ന് സംസാരിച്ചാൽ പോരെ, ദൈവം ഒന്ന് ഇടപെട്ടാൽ പോരെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യനിലേക്ക് ഫോക്കസ് ചെയ്യും എന്ന് സ്വർഗത്തിലെ ദൈവം കാണുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള വാക്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. സ്തോത്രം. ഭാര്യ ഭർത്താവിനെ നോക്കി, ഭർത്താവ് ഭാര്യയെ നോക്കി. സ്തോത്രം. മാതാപിതാക്കൾ സ്തോത്രം മക്കളെ നോക്കി, മക്കൾ മാതാപിതാക്കളെ നോക്കിയൊക്കെ പറയുന്ന, ചിന്തിക്കുന്ന, വിചാരപ്പെടുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. ഒന്ന് ദൈവത്തിന് ഇടപെട്ടൂടെ? ഒന്ന് ദൈവത്തിന് സംസാരിക്കാൻ പാടില്ലേ? ഈ പ്രയാസത്തിലൂടെ ഞാൻ കടന്നു പോകത്തില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. പക്ഷേ നമ്മുടെ വിചാരം പോലെയല്ല ദൈവത്തിന്റെ വിചാരം. നമ്മുടെ വഴികൾ പോലെയല്ല ദൈവത്തിന്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എത്രത്തോളം അകലമുണ്ട് എന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല. അതുപോലെ ഡിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ അകലമുണ്ട് നമ്മുടെയും ദൈവത്തിന്റെയും വിചാരങ്ങൾക്ക് തമ്മിൽ. സ്തോത്രം. ഇന്ന് പകലിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്. എന്നാൽ കാര്യങ്ങൾ നടക്കും. കാര്യങ്ങൾ വിചാരപ്പെട്ടിരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, അത് വിചാരത്തിന്റെ പരമാവധി അറ്റം വരെ എത്തിയിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, അല്പം പോലും സംശയത്തിനിടം കൊടുക്കാതെ പൂർണ്ണ അളവിൽ അങ്ങ് വിശ്വസിച്ചു. കർത്താവ് വിശ്വാസത്തിന്റെ ആഴത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോ കടുകുമണി അല്ലേ, കടുകുമണിയോളം എന്നാ പറഞ്ഞിരിക്കുന്നത്. തിക്കൻസ തിളച്ച എണ്ണയിലേക്ക് ഒരു കടുക് എടുത്തിട്ട് പൊട്ടുന്നത് കാണാം. ചെറുതാണെങ്കിലും ആ ഒരു കടുകിന്റെ ശബ്ദം നമ്മൾ കേൾക്കാൻ സാധിക്കും. കാരണം സ്തോത്രം അത് അതുപോലെ ടൈറ്റാ, തിക്കൻസ. സ്തോത്രം. അതുപോലെ അല്പം പോലും സ്തോത്രം ഗ്യാപ്പില്ലാത്ത തലത്തിലൊരു വിശ്വാസം ഇന്ന് രാത്രികാലം ദൈവജനത്തിന്റെ അകത്തളത്തിൽ ഉണ്ടെങ്കിൽ വിചാരപ്പെടുന്ന വിഷയത്തിന്റെ മധ്യത്തിൽ പരിശുദ്ധ ദൈവത്തിന്റെ അത്ഭുതമേറിയ കരം നീട്ടുമെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ആ കാര്യം ദൈവം സാധ്യമാക്കി തരും. വിശ്വസിക്കാമോ? അവിശ്വസിക്കരുത്, സംശയിക്കരുത്. സംശയിക്കത്തക്ക നിലവാരത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ അതിന്റെ നടുവിൽ വന്നു വീണെന്നിരിക്കാം. എന്നാൽ അല്പം പോലും സംശയിക്കരുത്. ഒരിക്കല് പ്രവാചകൻ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ശമരിയുടെ പടിവാതിക്കൽ ശെക്കേലിന് ഒരു സയ്യ ഗോതമ്പും ശെക്കേലിന് 2 സയ്യ യവവും എന്ത് ചെയ്യും? വിൽക്കപ്പെടും. പക്ഷെ സാധ്യതകൾ വലുതുണ്ടായിരുന്നോ? സാധ്യതകളെല്ലാം സ്തോത്രം നെഗറ്റീവാ. സാധ്യതകളെല്ലാം അസ്തമിച്ച് കിടക്കുക. അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല.
ആമേ അവിടുത്തെ രാജ്യത്തിന്റെ നിലവാരത്തെ തിരിച്ചറിയുന്ന മനുഷ്യൻ പറയുന്നത്, ഇത് യഹോവയായ ദൈവം ആകാശത്തിൽ കിളിവാതിൽ തുറന്നാ പോലും എന്ത് ചെയ്യത്തില്ല, ഇത് സംഭവിക്കത്തില്ലെന്നാ പറയുന്നത്. അപ്പോ ആമേ സ്തോത്രം, അങ്ങനെയുള്ള കാര്യം ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്, സാധ്യമാക്കിയിട്ടുണ്ട്. സംഭവിക്കാൻ കഴിയാത്ത സാഹചര്യം രാജ്യത്തിൽ ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. ആമേൻ സ്തോത്രം. ഈ ഒരു ഉറപ്പ് സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന് നടത്തുകയാ. നമുക്ക് വായിക്കാം പ്രിയമക്കളെ. ആമേൻ സ്തോത്രം. ഒരു മനുഷ്യൻ അപ്പന്റെ കഴുതയെ അന്വേഷിച്ചുകൊണ്ട് പുറപ്പെടുകയാ. അന്വേഷിച്ചു പോകുന്നത് കഴുതയെയാ, പക്ഷെ ലഭിക്കുന്നത് ഒരു രാജകീയ അധികാരമാണ്. ആമേൻ സ്തോത്രം. തന്റെ പേര് ശൗല്. ആമേൻ സ്തോത്രം. ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായിരിക്കുന്ന ആമേൻ ശൗൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അവൻ അന്വേഷിച്ചു പോകുന്നത് അവന്റെ അപ്പന്റെ കഴുതയെ അന്വേഷിച്ച പോകുന്നത്. ആമേൻ സ്തോത്രം. അവന്റെ ആഗ്രഹം എന്ന് പറയുന്നത് കഴുതയെ എന്ത് ചെയ്യണം, കണ്ടു കിട്ടണം, കഴുതയെ തിരിച്ചു കിട്ടണം. അവരൊറ്റ ആമേൻ സ്തോത്രം ആഗ്രഹം മാത്രമേ ആർക്കുള്ളൂ, ആമേൻ സ്തോത്രം ശൗൽ എന്ന് പറയുന്ന ആ യുവാവിനുള്ളൂ. അപ്പൻ പറഞ്ഞയച്ചിരിക്കുകയാണ്, ഒരു കഴുത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ആ കഴുതയെ നീ തിരിച്ചു കൊണ്ടുവരണം, അന്വേഷിക്കണം. ആമേൻ വീട്ടിലുള്ള ഒരു വൃത്തിനെയും ചേർത്ത് രണ്ടുപേരും കൂടി അന്വേഷിക്കാൻ വേണ്ടി പോകുകയാ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ മുമ്പിൽ ആകെ കൂടിയുള്ള ഒരേ ഒരു ടാർഗറ്റേ ഉള്ളൂ, കഴുതയെ എന്ത് ചെയ്യുക, ആമേ കണ്ടു കിട്ടുക. പക്ഷെ കഴുതയല്ല കണ്ടു കിട്ടിയത്. കഴുതയെ ആമേ അവരെത്തുന്നതിന് മുമ്പേ വീട്ടിൽ കിട്ടിയിരുന്നു, പക്ഷെ ഇവർക്കൊന്ന് കിട്ടി. ആമേ സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇന്ന് നമ്മുടെ മുമ്പിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു വിഷയമുണ്ട്, നിങ്ങളുടെ മുമ്പിൽ കണക്കൂട്ടിയിരിക്കുന്ന ഒരു വിഷയമുണ്ട്, നിങ്ങളുടെ മുമ്പിൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വിഷയമുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം അതിനപ്പുറത്തേക്കായിട്ട് ചിലത് കാണുകയാണ്, അതിനപ്പുറത്തേക്ക് ചിലത് കാണുകയാണ്. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ആമേ ബുദ്ധിയില്ലാത്തൊരു ജീവി അന്വേഷിച്ചുകൊണ്ട് അവൻ യാത്ര പുറപ്പെടുന്നത്, തിരിച്ചു വന്നപ്പോൾ ആ രാജ്യത്തിന്റെ രാജാവായിട്ട് മടങ്ങി വന്നത്, സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് രാത്രികാലവും നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നുണ്ട്. നിന്റെ കൊച്ചു വിഷയത്തെ ആയിരിക്കാം നീ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്, പക്ഷെ പരിശുദ്ധ ദൈവം നിനക്ക് നൽകി തരാൻ പോകുന്നത് കൊച്ചു വിഷയത്തെയല്ല, ചെറിയ കാര്യത്തെയല്ല, നിന്റെ ബുദ്ധിയിലെത്താത്ത വൻ വിഷയത്തെ. ആമേൻ. ഭയങ്കര സംഭവ അല്ലേ ചരിത്രത്തില്. ആമേൻ സ്തോത്രം. ഇവനെ എന്തിനു വേണ്ടി വിടുകയാ? അപ്പന്റെ കഴുതയെ കാണുന്നില്ല. ആമേൻ സ്തോത്രം. അപ്പന്റെ കഴുതയെ നോക്കി പോകുന്ന ഒരു മനുഷ്യനാ തിരിച്ചു വന്നത്. ആമേൻ സ്തോത്രം. അപ്പന്റെ മകനിലേക്കാൾ അധികമായിട്ട് ഒരു രാജാവായിട്ടാ അവൻ എന്ത് ചെയ്യുന്നത്, തിരിച്ചു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. രാജകീയ അഭിഷേകം തുടങ്ങുന്ന കാലം. ആമേൻ സ്തോത്രം. അതുവരെ ഇല്ലാത്ത ഒന്ന് പുതിയത് സ്വർഗത്തിലെ ദൈവം അന്ന് മുതൽ തുടങ്ങുകയാണ്. കേട്ടോ പ്രിയ മക്കളെ, കഴിഞ്ഞ നാളുകളിൽ ആമേൻ സ്തോത്രം ഇല്ലാത്ത ഒന്ന്, പുതിയതിന്റെ ഒരു തുടക്കം 2025 ആമേൻ സ്തോത്രം. ഇന്ന് കടന്നു വന്നിരിക്കുന്ന ആരോടോ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. കഴിഞ്ഞ നാളുകൾ നീ കടന്നു പോയിട്ടില്ലാത്ത ചില മേഖലകളിലേക്ക് പരിശുദ്ധ ദൈവം നിന്നെ കരം പിടിച്ചു കൊണ്ടുപോകാൻ പോകുകയാണ്. നാളുകളായിട്ട് നീ കാത്തിരുന്നിട്ടും നാളുകളായിട്ട് നീ ശ്രമിച്ചിട്ടും നടക്കാത്ത ആമേ പുതിയ ചില സ്റ്റെപ്പിലേക്ക് സ്വർഗത്തിലെ ദൈവം നിന്നെ കാലെടുത്ത് വെപ്പിക്കാൻ പോകുകയാ. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഞാനില്ല കർത്താവ്, എനിക്കത് കഴിയത്തില്ലെന്നൊന്നും പറഞ്ഞേക്കരുത്. ആമേൻ സ്തോത്രം. രാജ്യം ഭരിച്ച രാജാക്കന്മാരെ കാണാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് രാജാവായിട്ട് ഒരുത്തൻ എന്ത് ചെയ്യുന്നത്, അഭിഷേകം ചെയ്യുന്നത്. ആമേൻ സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേൻ സ്തോത്രം. ഞാനില്ല, എനിക്ക് പറ്റത്തില്ല, എനിക്കത് ചെയ്യാൻ കഴിയത്തില്ല എന്നൊന്നും ആരും പറയരുത്. നിനക്ക് മറഞ്ഞിരിക്കുന്നതും നിനക്ക് അഗോചരമായിരിക്കുന്നതും നിനക്ക് തിരിച്ചറിവില്ലാത്തതുമായ കാര്യമായിരിക്കാം പരിശുദ്ധ ദൈവം ഒരുപക്ഷെ നിന്നെ ഭരമേൽപ്പിക്കുന്നത്. ആമേ അടിയനേതാ കർത്താവേ, ആമേ അങ്ങനോട് കൂടെയുണ്ടെങ്കിൽ സകലതും സാധ്യമാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയം കൊണ്ട് നീ ഒന്ന് ഏറ്റെടുത്തു. പരിശുദ്ധ ദൈവം നിന്നെ ആള് മാറിയവനെ പോലെ തീർത്തെടുക്കുമെന്ന് ഇന്ന് ഉറപ്പ് തരികയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് വായിക്കാം പ്രിയ മക്കളെ. 1 ശമൂവേൽ പ്രവചനം 9-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോകാം. 1 ശമൂവേൽ പ്രവചനം 9-ാം അധ്യായത്തിലേക്ക് അതിന്റെ 1-ാം വാക്യം 3-ാം വാക്യം ഒന്ന് വായിക്കാം നമുക്ക്. ആമേൻ. 9-ാം അധ്യായത്തിന്റെ ബെന്യാമിൻ ഗോത്രത്തിൽ കീശ എന്ന് പേരുള്ള ഒരു ധനികനുണ്ടായിരുന്നു. അവൻ ബെന്യാമീനായ അഫീഹിന്റെ മകനായ ബെഗോറത്തിന്റെ മകനായ സെറോറിന്റെ മകനായ അബിയേലിന്റെ മകനായിരുന്നു. അവന് ശൗൽ എന്ന പേരോടെ യൗവനവും കോമളത്വവുമുള്ള ഒരു മകനുണ്ടായിരുന്നു. അവന് ശൗൽ എന്ന പേരോടെ യൗവനവും കോമളത്വവുമുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളിൽ അവനേക്കാൾ കോമളനായ പുരുഷൻ ഇല്ലായിരുന്നു. അവൻ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവൻ ആയിരുന്നു.
Praise the Lord. ആമേൻ. അടുത്ത വാക്യം, 3-ാം വാക്യം. ശൗലിന്റെ അപ്പനായ കീശിന്റെ കഴുതകൾ കാണാതെ പോയിരുന്നു. സ്തോത്രം. ശൗലിന്റെ അപ്പനായ ഈ തോൾ മുതൽ പൊക്കമുള്ള ഇസ്രായേൽ ഗൃഹത്തിൽ വെച്ച് കോമളനായിരിക്കുന്ന സൗന്ദര്യമുള്ള ഇവന്റെ അപ്പന്റെ പേരാണ് കീശ്. കീശിന്റെ കഴുതകൾ എന്ത് ചെയ്തിരുന്നു? കാണാതെ പോയിരുന്നു. കീശ് തന്റെ മകനായ ശൗലിനോട്, നീ ഒരു ഭൃത്യനെ കൂട്ടിക്കൊണ്ട് ചെന്ന് കഴുതകളെ അന്വേഷിക്ക എന്ന് പറഞ്ഞു. കഴുതയെ അന്വേഷിക്കാൻ വേണ്ടി പോയതായവൻ. പ്രൈസ് ദി ലോർഡ്. അന്വേഷണം എന്തിനെ കുറിച്ചായിരുന്നു? കഴുതയെ കിട്ടണം. ആരാ പറഞ്ഞയച്ചിരിക്കുന്നത്? അപ്പനാ പറഞ്ഞയച്ചിരിക്കുന്നത്. സ്വതം അപ്പൻ കഴുതയെ അന്വേഷിക്കാൻ വേണ്ടി സ്വതം ഇവരെ പറഞ്ഞയച്ചു. ഇവന്റെ വീട്ടിലുള്ള ഒരു ഭൃത്യനും ശൗലും ചേർന്ന് കഴുതയെ അന്വേഷിച്ചു പോയി. കഴുതയെ കണ്ടു കിട്ടിയില്ല. അവര് മടങ്ങിപ്പോകാം എന്ന് ചിന്തിക്കുകയാണ്. ശൗല് പറഞ്ഞു, നമുക്ക് മടങ്ങിപ്പോകാം. നമ്മളെ കാണാത്തത് കൊണ്ട് അപ്പൻ ഒരുപക്ഷെ കഴുതയിൽ നിന്നുള്ള ശ്രദ്ധ വിട്ടിട്ട് പിന്നെ നമ്മളെ കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെട്ടു തുടങ്ങും. അതുകൊണ്ട് നമുക്ക് മടങ്ങിപ്പോവാം. അപ്പോൾ ഈ ഭൃത്യൻ പറഞ്ഞു, നമുക്കൊരു ആലോചന ചോദിച്ചെന്നാലോ? ഇവിടെ ഒരു പ്രവാചകൻ ഉണ്ടെന്ന് എനിക്കൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ പ്രവാചകന്റെ അടുക്കൽ പോയിട്ട് ഒരു ആലോചന ചോദിച്ചെന്നാലോ? അപ്പോ ശൗല് പറയുന്ന ഒരു കാര്യമുണ്ട്, ആലോചന ചോദിക്കാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ എന്റെ കയ്യിൽ എന്തില്ല? ഒന്നുമില്ല. ആ കാലഘട്ടത്തിൽ ഒരാലോചന ചോദിക്കാൻ ദൈവത്തിന്റെ പ്രവാചകന്റെ അടുക്കൽ കടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഒരു നന്മ കരുതുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഇന്നൊന്നും തുടങ്ങിയ ഒരു കാലഘട്ടമല്ല പ്രിയമക്കളെ. പണ്ടത്തെ കാലത്ത് തന്നെ ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു കരുതൽ ഉണ്ടാകുമായിരുന്നു. അപ്പോ ഇവര് പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ ആ ഭൃത്യൻ പറഞ്ഞു, എന്റെ കയ്യില് സ്വതം വെള്ളിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് അത് ഒന്ന് കൊടുത്തെന്നാലോ? എന്നാ ഓക്കെ. സ്തോത്രം. ഹല്ലേലൂയ. ആ വെള്ളിക്കാശുമായിട്ട് അവർ യാത്ര ചെയ്ത് ചെല്ലുകയാണ്. അവർക്ക് വീടറിയത്തില്ല, സ്ഥലം അറിയത്തില്ല. അന്വേഷിച്ച് ചെല്ലുമ്പോൾ സ്തോത്രം. അതെ, ആ കാലഘട്ടത്തിൽ പ്രവാചകന് ദർശകൻ എന്നാ പറയുന്നത്. ദർശകൻ. അവർ ചോദിച്ചു, ദർശകന്റെ വീട് ഏതാ? അപ്പൊ പറഞ്ഞു, ആ കാണുന്നതാ വീട്. പക്ഷെ ഇന്ന് ഒരു യാഗമുണ്ട്, അദ്ദേഹം പോകാൻ റെഡിയാകുകയാണ്. നിങ്ങൾ വന്നത് നല്ല സമയത്താ, വേഗത്തിൽ ചെന്ന് കാണാം. അതല്ലെങ്കിൽ അദ്ദേഹം യാഗം കഴിഞ്ഞിട്ട് പിന്നെ മടങ്ങി വരത്തുള്ളൂ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മകളെ, യാഗത്തിന് പോകുവാൻ വേണ്ടി റെഡിയാകുന്ന ദർശകന്റെ വീട്ടിലേക്ക് ദർശകനെ ചോദിച്ചുകൊണ്ട് ഇവർ അന്വേഷിച്ചു ചെല്ലുകയാണ്. അവിടെ ചോദിച്ചു, ദർശകനുണ്ടോ? അതെ, ഞാൻ തന്നെയാ, വരൂ. ഇവിടെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, ഇവര് അപ്പന്റെ കഴുതയെ അന്വേഷിച്ചു ചെല്ലുമ്പോൾ ദർശകന് ഇന്നലെ രാത്രിയിൽ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ യഹോവയായ ദൈവം പറയുന്നത്, കഴുതയെ അന്വേഷിച്ച ചിലര് വരും. സ്തോത്രം. ഇസ്രായേലിൽ ഒരു രാജാവിനെ വേണമെന്ന് ജനം മുറവിളി വിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാ. എന്തു ചെയ്യുമെന്ന് ദൈവത്തോട് പ്രാർത്ഥന ചോദിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നു, വെയിറ്റ് ചെയ്യുക. നാളെ ഈ സമയമാകുമ്പോൾ രണ്ട് വ്യക്തിത്വങ്ങൾ കടന്നു വരും. അതിലൊരുത്തനെ ഞാൻ രാജാവായിട്ട് കാണുകയാണ്. ഒരുത്തനെ ഞാൻ രാജാവായിട്ട് കാണുകയാണ്. അപ്പന്റെ കഴുതയെ അന്വേഷിച്ച് വരുന്നവൻ രാജാവാക്കി മടക്കി വരുത്തുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ഒരു നഷ്ടം വരുത്തിയിട്ടാണെങ്കിലും ദൈവം നിന്നെ തിരിച്ചെടുക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരു സ്ഥലത്ത് ഓടേണ്ട പ്രിയ മക്കളെ. ഇന്ന് നമ്മളിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത് മാനുഷികമായ ഒരുപാട് ചിന്തകളാണ്. നമ്മൾ ആരാക്കി മാറ്റണമെന്ന് തീരുമാനിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. കേട്ടോ? നിന്നെ ഏത് പൊസിഷനിൽ എവിടെ നിർത്തണം, എങ്ങനെ പണിയണം, ഏത് തലത്തിലൂടെ നടത്തണം എന്ന് തീരുമാനിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. ഇവിടെ ഒന്ന് ചിന്തിക്കണം. ഇദ്ദേഹത്തെ ദർശകന്റെ അടുക്കൽ, പ്രവാചകന്റെ അടുക്കൽ വരുത്തുവാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം ചെയ്തത്, കുറച്ച് കഴുതകൾ എന്ത് ചെയ്തു? സ്വതം മാറ്റി നിർത്തി. അവരുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന്, അപ്പന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന്, മേയ്ക്കുന്നവരുടെ മുമ്പിൽ നിന്ന് കഴുതകളെ കുറച്ച് സമയം മാറ്റി നിർത്തിയിട്ട് ഇവനെ സ്വർഗത്തിലെ ദൈവം അവിടേക്ക് വരുത്തുകയാ. കേട്ടോ? ഒരു നഷ്ടം വരുത്തിയിട്ടാണെങ്കിൽ പോലും, അല്പസമയത്തൊക്കെ ഒരു നഷ്ടം വരുത്തിയിട്ടാണെങ്കിൽ പോലും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തെടുപ്പാൻ തക്ക വിധം പരിശുദ്ധ ദൈവം ചിലതിനെ കാണുകയാണ്. ഒരുപക്ഷെ നോക്കുമ്പോൾ ചെറിയ നഷ്ടമായിരിക്കാം, എന്നാൽ നഷ്ടങ്ങളെ ദൈവം ലാഭമാക്കി മാറ്റുന്ന ദിവസങ്ങളാണ് ഈ രാത്രികാലമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിന്റെ നഷ്ടം ദൈവം ലാഭമാക്കി മാറ്റും. നഷ്ടം എന്ത് ചെയ്യും? ലാഭമാക്കും. പ്രിയ മക്കളെ, നഷ്ടം ലാഭമാക്കും.
ആമി എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതൊക്കെയും മടക്കിത്തരും ദൈവം. ആമി എന്തെല്ലാം എവിടെയെല്ലാം പോയിട്ടുണ്ടോ, കളഞ്ഞു പോയിട്ടുണ്ടോ, അതൊക്കെയും മടക്കിത്തരും ദൈവം. ദൈവമാർക്ക് കടക്കാരനല്ല. നമ്മളൊന്ന് അടങ്ങിയിരുന്നാൽ മതി, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തെടുത്താൽ മതി, ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ ഈ നെഹമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ, ആമേശ്വരം അവിടേക്ക് പോകേണ്ട എടുക്കണേ, ഞാൻ പറഞ്ഞു വിടാം. അവിടെ വായിക്കുമ്പോൾ ആമേശ്വരം ഇവൻ രാജാവിന്റെ കൊട്ടാരത്തിൽ രാജാവിന് പാനീയങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. രാജകൊട്ടാരത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോ അവിടെ പറയുന്നത്, ഇതിനു മുമ്പ് ഒരിക്കലും അവന്റെ മുഖം കുണ്ഠിതമായിട്ട് അല്ലെങ്കിൽ വിഷാദിച്ച് രാജാവ് എന്ത് ചെയ്തില്ല, കണ്ടിട്ടില്ല. അപ്പോ ഇവനോട് ചോദിക്കുന്നത്, നെഹമ്യാവേ, നിന്റെ മുഖം എന്താണ് ഇങ്ങനെ വാടിയിരിക്കുന്നത്? സ്തോത്രം, എന്താണ് നിന്റെ പ്രശ്നം എന്ന് രാജാവ് അവിടെ ചോദിക്കുകയാണ്. ഇതിനു മുമ്പൊന്നും ഞാൻ നിന്നെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. നിന്റെ ആരോഗ്യത്തിനൊരു കുഴപ്പമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോ നിന്റെ വിഷയം മനസ്സിന്റെ വിഷയമാണ്. പുറത്ത് ആരോഗ്യക്കുറവല്ല, ശാരീരികമായിട്ടൊരു രോഗമല്ല, നിന്റെ മനസ്സിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, നിന്റെ അപേക്ഷ എന്താകുന്നു എന്ന് ഈ മനുഷ്യനോട് ചോദിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ വേഗത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവനോട് ചോദിക്കുമ്പോൾ, ഞാനിപ്പോ നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അവൻ മനസ്സിൽ എന്ത് ചെയ്യുക, ദൈവമേ എന്താണ് മറുപടി പറയേണ്ടത്? അവൻ ദൈവത്തോടൊരു ആലോചന ചോദിച്ചെന്നാ പറയുന്നത്, ദൈവത്തോട് അവൻ ഒരു പ്രാർത്ഥന കഴിച്ചെന്നാ പറയുന്നത്. അവൻ ദൈവത്തോട് ഒരു പ്രാർത്ഥന കഴിച്ചിട്ട് രാജാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവൻ പറഞ്ഞു, എന്റെ പിതാക്കന്മാരുടെ കല്ലറയുള്ള പട്ടണം അതിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുകയാ, അത് തീ കൊണ്ട് വെന്ത് കിടക്കുകയാ, പണിതെടുപ്പാൻ എന്നെ അയക്കണം, അതിനാവശ്യത്തിനുള്ള കാര്യതകൾ എനിക്ക് ചെയ്തു തരണം. പറഞ്ഞതിലല്ല പ്രിയമക്കളെ, ഈ ചോദ്യം അവന്റെ കണ്ണപുടത്തിൽ എത്തിയപ്പോൾ വചനത്തിൽ എഴുതിയിരിക്കുന്ന അവൻ എന്ത് ചെയ്തു? ദൈവത്തോട് ആ സെക്കൻഡിൽ പ്രാർത്ഥിച്ചെന്നാ പറയുന്നത്. അവൻ ദൈവത്തോട് ഒരു പ്രാർത്ഥന കഴിച്ചിട്ട് രാജാവിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാ. നമ്മളാണെങ്കിൽ കിട്ടണ സമയം എന്തൊക്കെ പറയാൻ പറ്റും അതെല്ലാം പറയും. അവൻ അങ്ങനെയല്ല ചെയ്തത്. അവൻ നിങ്ങൾ വീട്ടിൽ പോയിട്ട് വിശുദ്ധ വേദ പുസ്തകം 1-ാം അധ്യായം വായിച്ചാൽ മതി. നെഹമ്യാവിന്റെ പുസ്തകം. അവൻ എന്നെ ഞെട്ടിപ്പിച്ചു. അവനോട് ഒരു കാര്യം ചോദിച്ചപ്പോൾ സെക്കൻഡിൽ അവൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാൻ എന്താണ് രാജാവിന്റെ അടുക്കൽ അറിയിക്കേണ്ടത്? വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് മടങ്ങി വന്നതല്ല, ആ സെക്കൻഡിൽ മുഖാമുഖം നിൽക്കുമ്പോൾ തന്നെ അവൻ ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിച്ചു, ദൈവത്തോട് ഒരു ആലോചന കഴിച്ചു. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, എന്റെ വിഷയം ഇന്നതാ, അതെനിക്ക് സാധ്യമാക്കണമേ. ഇന്ന് രാത്രിയില്ല ഇവര് ദൈവത്തോട് ഒരു ആലോചന കഴിക്കാൻ വേണ്ടി പോകുകയാ. എന്താ നഷ്ടപ്പെട്ടിരിക്കുന്നത്? കഴുത നഷ്ടപ്പെട്ടെന്നാൽ ആലോചന ചോദിക്കുന്നവരുണ്ടെന്നേ. സ്വന്തം ബുദ്ധിയിൽ കാര്യം ചെയ്യാതെ എന്ത് വിഷയങ്ങൾ കടന്നു വരുമ്പോഴും ദൈവത്തോട് ആലോചന ചോദിച്ച് കടന്നു പോകുന്നത് ഏറെ അനുഗ്രഹമാണ്. വഴിയിൽ നീ തട്ടി വീഴുവാൻ സ്വർഗത്തിൽ ദൈവം അനുവദിക്കത്തില്ല, നീ കുഴഞ്ഞു പോകാൻ ദൈവാത്മാവ് അനുവദിക്കത്തില്ല. വചനം നിനക്ക് സമീപത്ത്, അത് നിന്റെ കാലുകൾക്ക് ദീപവും പാതകൾക്ക് പ്രകാശവുമായിട്ട് നിന്നെ വഴി നടത്തുവാനിടയായി തീരും. എന്തോ വരും, എന്തോ വന്ന് ഭവിക്കുമെന്ന് നിന്റെ കണ്ണോ ചിന്തയോ അറിയാതിരിക്കുമ്പോൾ പരിശുദ്ധ ദൈവം പറയും, പതിയിരിക്കുന്ന വിപത്തുകളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും. മുമ്പിൽ കുഴിയുണ്ടെങ്കിൽ അവൻ പറഞ്ഞു തരും. അപ്പുറത്ത് ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവൻ കാണിച്ചു തരും. ദൈവത്തോട് ആലോചന കഴിക്കണം. അങ്ങനെ കണ്ടുപിടിച്ചു. 14 വാക്യം മുതൽ വായിച്ചു. 9:14. അങ്ങനെ അവർ പട്ടണത്തിൽ ചെന്നു. പട്ടണത്തിൽ കടന്നപ്പോൾ ഇതാ ശമൂവേൽ പൂജാഗിരിക്ക് പോകുവാനായി അവരുടെ നേരെ വരുന്നു. എന്നാൽ ശൗൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ യഹോവ അത് ശമൂവേലിന് വെളിപ്പെടുത്തി, നാളെ ഇന്നേരത്ത് ബെന്യാമീൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. ഒന്ന് ശ്രദ്ധിച്ചേ പ്രിയമക്കളെ, നമ്മുടെ ദൈവം നമ്മളെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നവനാണ്. നമ്മളാ പറയുന്നത്, എന്നെ ദൈവം കാണുന്നില്ല, അറിയുന്നില്ല, ഇപ്പൊ ഞാനത് ചെയ്തില്ലെങ്കിൽ. സ്തോത്രം. ഈ ശൗൽ ഒരിക്കൽ പറയുന്നുണ്ട്, ഈ ശമൂവേൽ നിശ്ചയിച്ച സമയം കഴിഞ്ഞപ്പോ ഇവൻ കയറി എന്ത് ചെയ്തു? ഇവൻ യാഗം കഴിച്ചു. നീ വരാൻ താമസിച്ചതുകൊണ്ട് നീ വരുമ്പോ വരുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യുക? നീ വരത്തില്ലെന്ന് ഞാൻ എന്ത് ചെയ്തു? ചിന്തിച്ചു. കണ്ടോ, അവിടെ സംഭവിച്ചത് ഏറ്റവും വലിയ അബദ്ധമായിരുന്നു. ദൈവം ഇവൻ വരുന്നതിന് മുമ്പേ കഴുതയെ അന്വേഷിച്ച് നാളെ ഈ നേരത്ത് ബെന്യാമീൻ ദേശക്കാരനായിരിക്കുന്ന ഒരുത്തൻ വരും, ഇവൻ മരണമെങ്കിൽ കഴുത എന്ത് ചെയ്യണം? കാണാതെ പോകണം. ഇടവഴിയിൽ വെച്ച് പാതി വഴിയിൽ വെച്ച് മടങ്ങി പോകാൻ തീരുമാനിച്ചതാ. അപ്പൊ ഒരുത്തന്റെ അകത്തളത്തിൽ പറയുന്നത്, നമുക്കൊരു ആലോചന ചോദിച്ചെന്നാലോ? വഴിത്തിരിവ് കണ്ടോ പ്രിയമക്കളെ?
അമ്മ വഴിത്തിരിവുണ്ടോ കേട്ടോ? ദൈവത്തിന് നമ്മെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ പാതി വഴിയിൽ വെച്ച് മടങ്ങി പോകാൻ പരിശുദ്ധ ദൈവം അനുവദിക്കത്തില്ല. എത്തേണ്ട അവന്റെ അടുക്കൽ എത്തിക്കാതെ വണ്ണം അവൻ ആ പദ്ധതി അവിടെ വെച്ച് ബഹിഷ്കരിക്കത്തില്ലെന്നേ. അവൻ നിന്നെ അവിടെ എത്തിച്ചിരിക്കും കേട്ടോ. അവൻ അവിടെ എത്തിച്ചിരിക്കും. പാതി വഴിയിൽ വെച്ച് നിന്നെ പറഞ്ഞയക്കുന്ന ദൈവമല്ല. എന്തെങ്കിലുമൊക്കെ നമുക്ക് ലഭിക്കേണ്ട നന്മ കിട്ടിയില്ല, അമ്മ അത് ബ്ലോക്കായി പോയി, അത് തടസ്സപ്പെട്ടു പോയി, അമ്മ എന്ന് കരുതിക്കൊണ്ട് ഭാരപ്പെടേണ്ട വരും. അത് തരും. അമ്മ സമയത്ത് വരും. അത് തരുമെന്നേ. അത് പാതി വഴിയിൽ വെച്ച് ബ്രേക്ക് ചെയ്യുന്ന ദൈവം തടസ്സങ്ങൾ എത്ര നേരിട്ടെന്നാലും കേട്ടോ, അമ്മ തടസ്സങ്ങൾ എത്ര നേരിട്ടെന്നാലും നിന്നെ കുറിച്ച് സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ അത് നിന്റെ കരത്തിൽ വന്ന് ചേർന്നിരിക്കുമെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. തടസ്സമായിട്ട് സാത്താൻ എത്ര വാദഗതികൾ ഉന്നയിച്ചാലും ആമേൻ. അപ്പോ ശമൂവേലിന്റെ അടുക്കൽ കടന്നു ചെന്നിട്ട് ദർശകനുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോ അതെ ഞാൻ തന്നെയാണ്. പൂജാഗിരിയിലേക്ക് പോകാൻ എന്ത് ചെയ്യുക? അവൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയം അപ്പൊ ചോദിച്ചു, അവൻ സ്തോത്രം ദർശകനുണ്ടോ? അതെ ഞാൻ തന്നെയാണ്. നിങ്ങൾ പോര്, കൂടെ പോരെന്ന് പറയുക. ഇവരോട് പറയുക പോര്. കാരണം തലേദിവസം രാത്രി ഇദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട് നാളെ ഈ നേരത്ത്. ഒന്ന് ആലോചിച്ചൊക്കെ സമയം തെറ്റിപ്പോകുന്നില്ല. ആമേൻ. ഇന്നലെ ആമേൻ ദൈവദാസന് കൊടുത്ത സമയം എന്ത് ചെയ്യുന്നില്ല? തെറ്റിപ്പോകുന്നില്ല. ഒന്ന് വായിച്ചാലേക്ക്. നാളെ ഈ നേരത്ത് ബെന്യാമീൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. എന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. അവൻ എന്റെ ജനത്തെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. എന്റെ ജനത്തിന്റെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കൊണ്ട് ഞാൻ അവരെ കടാക്ഷിച്ചിരിക്കുന്നു എന്ന് അരുൾ ചെയ്തിരുന്നു. ആമേൻ. അടുത്തത്, ആ ശമൂവേൽ ശൗലിനെ കണ്ടപ്പോൾ നോക്കിയേ, ദൈവത്തിനറിയാം നമ്മുടെയൊക്കെ ചിന്ത ആള് മാറിപ്പോകോ അല്ലെങ്കിൽ സമയം വൈകിപ്പോകോ, ഞാൻ തന്നെ അത് ചെയ്തില്ലെങ്കിൽ. അങ്ങനെയാണ് ഈ മനുഷ്യന് പിന്നത്തേതിൽ സംഭവിച്ചത്. ആമേ, ചെയ്യേണ്ടവൻ അത് ചെയ്തോളും. നമ്മളെ കൊണ്ടാണ് ദൈവം അത് ചെയ്യിപ്പിക്കേണ്ടതെങ്കിൽ ദൈവത്തിന് ആള് മാറത്തില്ല. ദൈവത്തിന്റെ സ്ഥലം മാറത്തില്ല, ദൈവത്തിന്റെ സമയവും മാറത്തില്ല. കൃത്യസമയത്ത് ആരെക്കൊണ്ട് എങ്ങനെ എന്തെല്ലാം ചെയ്യിപ്പിക്കണമെന്ന് സമഗ്രമായൊരു പ്ലാനും പദ്ധതിയും സ്വർഗത്തിൽ നിന്ന് തയ്യാറാക്കി വെച്ചിട്ടാണ് എന്നെയും നിങ്ങളെയും ഇന്ന് രാത്രികാലവും ഈ ആലയത്തിനകത്തളത്തിൽ പരിശുദ്ധ ദൈവമാക്കി വെച്ചിരിക്കുന്നതെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. അവൻ ബുദ്ധിയുള്ളവനാ, അവൻ ജ്ഞാനമുള്ളവനാ, അവൻ വിവേകമുള്ളവനാ. ആമേശ്വത ലോകത്തെ മുഴുവൻ വിരൽ തുമ്പിൽ നിർത്തിയിരിക്കുന്ന സർവശക്തനായ ദൈവമാ. ഈ ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ ചില കാര്യങ്ങൾ ദൈവത്തെ എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ല കർത്താവേ, അതിങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് അബദ്ധമായി പോകും, ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ചെയ്യാം. ആമേശ്വരം ഒന്നുമില്ല പ്രിയമക്കളെ, നമ്മളെ കുറിച്ചുള്ള സമഗ്രമായ പദ്ധതികൾ കർത്താവിന്റെ കരത്തിലുണ്ട്. അപ്പൊ ഇവര് ചെല്ലുന്ന വിഷയം എന്തിനു വേണ്ടിയാ? ആമേ, കഴുതയെ അന്വേഷിച്ചാ ചെല്ലുന്നത്. പക്ഷെ ഈ ശമൂലിനെ കണ്ടപ്പോ ശമൂവേൽ കൈക്ക് പിടിച്ചു പറഞ്ഞു പോകാന്ന് പറഞ്ഞു. എവിടേക്ക്? നമുക്ക് പൂജാഗിരിയിലേക്ക് പോകാന്ന് പറഞ്ഞു. ആമേ, അല്ല ഞങ്ങൾ വേറൊരു കാര്യത്തിലാ, ആലോചനകളൊക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യന്റെ കൈ കയറി പിടിച്ചിട്ട് ആമെ കൊണ്ടുപോകുകയാ. എവിടേക്ക്? പൂജാഗിരിയിലേക്ക്. നീ വാന്ന് പറഞ്ഞു. ആമേ, എടാ ഇന്നലെ നിന്നെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുള്ളതാ എന്നൊന്നും അവനോട് പറഞ്ഞില്ല. ആ സമയത്ത് ഇദ്ദേഹം കൈ കയറി പിടിച്ചു. താഴേക്കൊന്ന് വായിച്ചേ. ആ ആ ആ ആ ആ ഇവിടെ പെട്ട് ശൗല് ആമേ ഇതിനു വേണ്ടിയാ വന്നിരിക്കുന്നത്. ചില ആളുകളൊക്കെ ഉണ്ട് പ്രിയമക്കളെ, ഞങ്ങളുടെ അടുക്കളൊക്കെ ഇതുപോലൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ വരും. ചിലപ്പോൾ ഭയങ്കര ഗൗരവശാലിയൊക്കെ ആയിട്ടൊക്കെ നിൽക്കുന്നത്. ചില ആലോചനകൾ പറയുമ്പോ പെട്ടെന്ന് എന്ത് ചെയ്യും? ഒന്ന് ടച്ച് ചെയ്യും, പിന്നെ അവിടെ ഇരിക്കും. നിൽക്കുന്നവനാണെങ്കിൽ പതിയെ അവിടെ നിന്ന് ഇരിക്കും. ആമേശോധം ബലം പിടിച്ച് നിൽക്കുന്ന ആളുടെ കണ്ണൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങും. പ്രൈസലോ. ഇവരുടെ വിഷയം ഇതാണ്. പക്ഷെ ശമൂവേൽ പറഞ്ഞു എന്റെ കൂടെ പോരെന്ന് പറഞ്ഞു. എവിടേക്ക്? പൂജാഗിരിയിലേക്ക്. അപ്പൊ ഞങ്ങൾ അയച്ചിരിക്കുക. അപ്പൊ ചിന്തിക്കുക, അപ്പൊ ഞങ്ങൾ അയച്ചിരിക്കുക. കഴുത കെട്ടി എന്നില്ലെങ്കിൽ അപ്പൊ ഞങ്ങളെ കുറിച്ച് ചിന്തിക്കും. അപ്പോ അടുത്ത ദൂത് ആമേശോധനം ഹല്ലേലൂയ 3 ദിവസം മുമ്പേ
കാണാതെ പോയ കഴുതകളെ കുറിച്ച് ചിന്തിക്കണ്ട. ആമേൻ. ഈ വിഷയത്തെ കുറിച്ചല്ലേ വന്നിരിക്കുന്നത്. ടെൻഷൻ അടിക്കണ്ട. അവ എന്ത് ചെയ്തിരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് ആര് മറച്ചതാ? സ്വർഗത്തിലെ ദൈവം മറച്ചതാ. കുറച്ച് സമയത്തേക്ക് നീ എവിടെ എത്തണം? നീ എവിടെ എത്തണം? നീ ഇവിടെ എത്തണം. കേട്ടോ, ചിലരുടെയൊക്കെ ജീവിതത്തിൽ ദൈവസന്നിധിയിലേക്ക് എത്താൻ വേണ്ടി ദൈവം അവരുടെ എല്ലാ മേഖലയും അടച്ചു കളയും. ഫൈനാൻസ് മണ്ഡലം അടക്കും, സാമ്പത്തിക മേഖലകൾ, ബിസിനസ്, തൊഴില്, ആമേശ്വരത്തേക്ക് എല്ലാ മേഖല അടച്ചൊതുക്കി. കാരണം ഇവന് എവിടെ വരണം? ഇവൻ ദൈവസന്നിധി മുട്ടുമടക്കമെന്നേ. പ്രൈസ് ദി ലോർഡ്. ആമേ. എടാ, കഴുതനപ്പന് കിട്ടിയിട്ടുണ്ട്. നീ ഇവിടെ വരാൻ വേണ്ടിയുള്ള ഒരു പ്ലാനായിരുന്നു. എന്ന് ആലോചിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി എന്തെല്ലാം കാര്യങ്ങൾ ക്രമീകരിച്ചു. ഇതിവിടെ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗം എന്നെ ചിന്തിപ്പിക്കുകയാണ്. ആമേ. നമുക്ക് അവിടേക്കൊന്ന് പോകാം. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പിറ്റന്നാൾ, ആമേ, അങ്ങനെ തോന്നുന്നു, പിറ്റന്നാൾ അവര് ഇവിടേക്ക് സമീപിക്കുമ്പോൾ പത്രോസിന് ഭയങ്കര വിശപ്പ്, ഒരു വിവശത നേരിടുകയാ. ആമേ. അത് തന്നെ. ആമേ. 10-ാം അധ്യായം 9-ാം വാക്യം. പിറ്റന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. എന്തിനാ കയറിയേക്കണത്? എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പത്രോസിന് ഒരിക്കലില്ലാത്ത ഒരു വിശപ്പ്. 6 മണിക്ക് വെൺമാടത്തിൽ കയറി. ആമേ. സ്തോത്രം. കഴിച്ചിട്ടൊക്കെ കയറിയേക്കണം. പക്ഷെ വയറെന്ത് ചെയ്തു? വയറ് കാലിയായി പോയി. പ്രൈസ് ദി ലോർഡ്. ആമേ. ഞാൻ 5 മണിക്ക് കഴിച്ചിട്ടാണല്ലോ 6 മണിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കയറിയത്. ഇത് എന്തൊരു വിശപ്പാ. ആമേ. പത്രോസിന് വിശന്നിട്ട് കണ്ണുപൊട്ടുകയാ. ആമേ. ആ വിശപ്പ് യഥാർത്ഥമായ വിശപ്പായിരുന്നില്ല എന്ന് പിന്നത്തേതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പത്രോസ് ഈ ദർശനമൊക്കെ കണ്ടതിന് ശേഷം അയ്യോ ഭയങ്കര വിശപ്പായിരുന്നല്ലോ, പോയി കഴിച്ചില്ലല്ലോ പറഞ്ഞു കഴിക്കാനല്ല പോകുന്നത്. ആ വിശപ്പ് മാറി. എന്തിനു വേണ്ടിയായിരുന്നു? ഒരു കാര്യം അവനെ കാണിക്കേണ്ടതിനായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അടച്ച് ഒതുക്കുന്നതും ചില വിശപ്പ് വരുത്തുന്നതും വിശപ്പില്ലായ്മയാക്കി തീർക്കുന്നതൊക്കെ ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. ദൈവത്തിന്റെ സമഗ്രമായ ഒരു പദ്ധതിയാ പ്രിയ മക്കളെ. പത്രോസ് വെൺമാടത്തിൽ കയറിയത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. പക്ഷെ പ്രാർത്ഥന മുറിക്കകത്തിരിക്കുന്ന സമയത്ത് പത്രോസിന് എന്ത് ചെയ്യുക? പത്രോസിന് വിശക്കുകയാ. അവന് ചെറിയ വിശപ്പൊന്നുമല്ല, അതിയായ ഒരു വിശപ്പ് അവന്റെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെടുകയാ. അവൻ അത് അനുഭവിക്കുകയാ, ശരീരത്തിൽ അത് അനുഭവിക്കുകയാ. അവൻ സ്വന്തം വിശന്നിട്ടൊരു നിവർത്തിയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേ. പത്രോസ് 6-ാം മണി നേരത്ത് ആമേ പിറ്റന്നാൾ, ആമേ, അങ്ങനെയല്ലേ അത്? ആമേ. 9-ാം വാക്യം ഒന്ന് എഴുതേ. പിറ്റന്നാൾ അവർ യാത്ര ചെയ്ത് ആര് യാത്ര ചെയ്ത്? വിശപ്പിക്കുന്ന ആൾക്കാരോ? വിശപ്പിന്റെ വല്ല മരുന്നുമായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണോ? കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ നിന്ന് യഹൂദന്മാരല്ലാത്ത ചില വ്യക്തിത്വങ്ങൾ പത്രോസിനെയും തിരക്കി പത്രോസിന്റെ വീട്ട് വാതിക്കലേക്ക് എത്തുന്ന സമയത്ത് പത്രോസിന് വിശക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ഇവരിവിടെ എത്തുന്നതിന് മുമ്പേ കാര്യങ്ങൾ കർത്താവിന് എന്ത് ചെയ്യണം? ഒന്ന് ക്രമീകരിക്കണം. ഇവരോട് മോശമായി പെരുമാറരുത്, വരത്തില്ലെന്ന് പറയരുത്. അവര് വന്ന് വിളിക്കുമ്പോൾ പോകാൻ റെഡിയാക്കി സ്വർഗത്തിലെ ദൈവത്തിൽ ഇരുത്തണം. അവിടെയും ഇവിടെയും പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവം എവിടെയാണ് തടസ്സമായി കിടക്കുന്നത്? തടസ്സങ്ങളെ പരിശുദ്ധ ദൈവം ഇന്ന് രാത്രികാലം മാറ്റുകയാണ്. അവനോട് നിനക്കിടപെടാൻ പറ്റത്തില്ലെങ്കിൽ ദൈവം ഇടപെടും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേണ്ടി ആര് പ്രവർത്തിക്കും? എനിക്ക് വേണ്ടി ആര് പോകും? ഇപ്പൊ ചില വ്യക്തികളോടൊന്നും നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല, നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, കയറി ചെല്ലാൻ പറ്റത്തില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ പിണറായി വിജയൻ സാറിന് ഒന്ന് എനിക്ക് കാണണമെന്ന് ചെയ്യുന്ന നടക്കോ? നടക്കത്തില്ല. ആമേ. സ്തോത്രം. ആമേ. പ്രധാനമന്ത്രി ഒന്ന് കാണണമെന്ന് വിചാരിച്ചാൽ നടക്കോ? നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയില്ല, എനിക്കൊന്ന് പോയി കാണണമെന്ന് വിചാരിച്ചാൽ നടക്കോ? പക്ഷെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് ഇടപെടാൻ പറ്റാത്ത വ്യക്തിത്വങ്ങളോട് ഇടപെടുവാൻ കഴിവുള്ള ഒരു സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന് ആമേശ്വര ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുകയാണ്. അവൻ നിനക്ക് കഴിയാത്ത കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിവുള്ള ഒരു ദൈവം. സമ്മതിക്കണ്ടേ. ഹല്ലേലൂയ. ആമേ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, പത്രോസിന്റെ അടുക്കൽ ഇവരെത്തുന്നതിന് മുമ്പേ പത്രോസിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം. ഒരു പുതിയ പദ്ധതി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പരിശുദ്ധ ദൈവം ചെയ്യുകയാ. ആമേ. കേട്ടോ പ്രിയ മക്കളെ, അദ്ദേഹത്തിന്റെ നിലവാരത്തിന് മാറ്റം വരുന്നു. ഇവൻ യഹൂദനാണ്, എന്തു പറഞ്ഞെന്നാലും ആമേ കട്ടിയായിട്ട് അതിനെ പിടിച്ചിരിക്കുക. ആമേ. യഹൂദനോടല്ലാതെ
പത്രോസ് എന്ത് ചെയ്യത്തില്ല? അവൻ സുവിശേഷം അറിയിക്കത്തില്ല. അവന്റെ അടുക്കലല്ലാതെ പോകത്തുമില്ല. അവൻ കർത്താവ് തന്നെ ഒരിക്കലും ഇവനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ സ്വതം കാണാതെ പോയ ഇസ്രായേൽ ഗൃഹത്തിലെ ആടുകളുടെ അടുക്കലേക്കല്ലാതെ മറ്റെവിടേക്കോ നീങ്ങരുത്. അത് മാറ്റുകയാ. ഇന്നേ ദിവസം എവിടെ വെച്ച? വെൺമാടത്തിൽ വെച്ച പ്രാർത്ഥന മുറിക്കകത്ത് പത്രോസിന് ഇൻഫർമേഷൻ കൊടുക്കുകയാ. പ്രാർത്ഥിക്കാൻ വേണ്ടി കയറിപ്പോയവന്റെ അകത്തളത്തിൽ ആമാശയം കത്തുകയാ. അതുപോലെ വിശപ്പ അമേശ്വരം. പക്ഷേ അവന്റെ മുമ്പിൽ ഒരു ധൂപ്പെട്ടി ദൈവം ഇറക്കി കൊടുക്കുകയാ. അമേ താഴേക്കൊന്ന് വായിച്ചേ. ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴൊക്കെ അവന് ഒരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു ദുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ട ഒരു പാത്രം വരുന്നതും അവൻ കണ്ടു. അപ്പൊ ഇദ്ദേഹത്തിന് വിശപ്പ് വന്നപ്പോ എനിക്ക് തോന്നുന്നു വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ആളുകളോട്. ആമേശ്വരം. അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചേ. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവൻ ഒരു വിവശത വന്നു. ഇവിടെ നിന്ന് താൻ എന്ത് ചെയ്തു? വിളിച്ചു പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും അവിടെ എന്തേക്ക് അവര് ഒരുക്കുമ്പോഴത്തേക്കോ എന്നാ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് വെൺമാടത്തിൽ കയറിയത്. ആ സമയത്ത് അന്യായമായിട്ടൊരു വിശപ്പ്. അവിടെ ഇരുന്ന് തന്നെ പത്രോസ് വിളിച്ചു പറഞ്ഞു, എന്തെങ്കിലും ഒരുക്കിക്കോട്ടാ, ഞാനാകെ വിശന്ന് ആകെ അവശതേ എന്ന്. അവര് ഒരുക്കുന്ന സമയത്തിനുള്ളിൽ ഇദ്ദേഹം ചെയ്തു ഒരു വലിയ വിവശത. ആമേ തലകറക്കോ ആമേ എന്താണ് സംഭവിക്കുന്നത് പത്രോസിന് അറിയത്തില്ല. കണ്ണിലൊക്കെ ഇരുട്ട് കയറുന്നത് പോലെ പെട്ടെന്ന് ഒരു ധൂപ്പെട്ടി പ്രത്യക്ഷപ്പെടുകയാ. ആമേ വിശന്നിരിക്കുന്നവന്റെ മുമ്പിൽ. ഒന്ന് ശ്രദ്ധിച്ചോളണം. ഇവിടെയാണ് നമ്മുടെ യേശുവും നമ്മളൊക്കെ തമ്മിലുള്ള വ്യത്യാസം. യേശു 40 രാവും 40 പകൽ ഉപവസിച്ചപ്പോ ഫസ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തത് എന്താ? കല്ല് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിനോട് നീ എന്ത് ചെയ്യണം? കൽപ്പിക്കണം. ഇതെന്തായി തീരും? അപ്പം കഴിക്കാൻ പറഞ്ഞു. ഇവിടെ പത്രോസിന് വിശന്നപ്പോ, പത്രോസ് 40 ദിവസമൊന്നും ഉപവാസത്തിലൊന്നുമല്ല, പ്രാർത്ഥിക്കാൻ കയറിയപ്പോ ഒരുപക്ഷെ 5 മണിക്ക് കഴിച്ചിട്ടും കയറിയവനായിരിക്കും. 6 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യുക? ഒരു രക്ഷയില്ല. ആമേശ്വരത്തെ തലകറങ്ങുകയാ. പത്രോസ് അവിടെ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെച്ചേക്കട്ടാ. ആമേശ്വരം കല്ലല്ല, എന്ത് സാധനം വേണമെങ്കിലും അപ്പമാക്കിയിട്ട് പത്രോസ് കഴിക്കും. ആമേ അവിടെയാ ഒരു കാര്യം. ആമേ ഇവിടെ ഇവന്റെ മുമ്പിൽ ഒരു ധൂപ്പട്ടി ഒരുക്കുകയാ. ധൂപ്പട്ടി ഒരുക്കുമ്പോ അതിനകത്ത് സകല മൃഗങ്ങളും നാൽക്കാലികളും പക്ഷികളും എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാം കഴിക്കാമോ? നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത വല്ലതുണ്ടോ? കഴിക്കാൻ പാടില്ലാത്ത വല്ലതുണ്ടോ? 2-3 കാര്യങ്ങൾ ഒഴിവാക്കാൻ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. എന്താ? ശ്വാസം മുട്ടി ചത്തത്, രക്തം, ഈ 2ഉം ആഹാരപരമായിട്ട് കഴിക്കാൻ പാടില്ല. 3 വ്യഭിചാരം അല്ലെങ്കിൽ പരസംഗം ചെയ്യാൻ പാടില്ല. അപ്പൊ പാസ്റ്റേ മദ്യപിക്കുന്നത് കുഴപ്പമുണ്ടോ? മദ്യപിക്കാൻ പാടില്ലെന്ന് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. മദ്യം കുടിക്കാൻ പാടില്ല. വീഞ്ഞും കുടിക്കാൻ പാടില്ല. വീഞ്ഞ് പരിഹാസകനും മദ്യം കലഹക്കാരനുമാകുന്നു. പ്രീശലോ പുകവലിയെ കുറിച്ച് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ലല്ലോ പാസ്റ്റേ. ഞാൻ ബൈബിൾ അരിച്ചു പറക്കി നോക്കിയിട്ട് അതിൻ്റെ അകത്ത് പുകവലിക്കാൻ പാടില്ലെന്ന്, സിഗരറ്റ് വലിക്കാൻ പാടില്ലെന്ന് എഴുതിയിട്ടില്ലെന്ന്. ഫീസല്ല. ദുർനടപ്പിലെല്ലാം പെടും, അശുദ്ധിയിലെല്ലാം പെടും. ആമേൻ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? എന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാനും എന്ത് ചെയ്യും? പാടില്ല. ആമേ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇദ്ദേഹത്തിന് ഭയങ്കരമായൊരു വിശപ്പ്. ആമേ ഒരു ധൂപ്പെട്ടി ഇറക്കിയിട്ട് സകലവിധ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ചോളണം കേട്ടോ, എല്ലാം കഴിച്ചോളണം. ഞാനിത് കഴിക്കത്തില്ല. ഏതെങ്കിലുമൊക്കെ വീടുകളിൽ നിങ്ങൾ സുവിശേഷ വേലക്ക് വേണ്ടി അല്ല ആദിവാസികളുടെ സ്ഥലത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പട്ടിണി കിടന്ന് ചാകും. നമുക്ക് കുറെ കൃത്യനിഷ്ഠകളൊക്കെ ഇല്ലേ? എവിടെ? നമ്മുടെ വീട്ടില്. അപ്പൊ ജീവിതകാലം മുഴുവനും വീട്ടിൽ നിന്ന് എന്ത് ചെയ്യത്തില്ല? പോകൂല. കർത്താവിനെ തല്ലിയെന്നാലും ഞാൻ എന്ത് ചെയ്യത്തില്ല. കാരണം എന്റെ വീട്ടിലാണ് എനിക്ക് ഭക്ഷണവും ആഹാരവും മറ്റു കാര്യങ്ങളൊക്കെ കഴിച്ച്. അപ്പൊ ഈ വചനത്തിൽ പറയും, നിങ്ങൾ ലോകമെങ്ങും പോയി. ഞാൻ പോകൂല കർത്താവേ, ഞാൻ പോകത്തേ ഇല്ല. ആമേശ്വരം. വീട്ടിലെ പോലെ ഒരു സ്ഥലത്തും കിട്ടത്തില്ല. വീട്ടിൽ അതുകൊണ്ട് എല്ലാം ശീലിച്ചോളണം കേട്ടോ, എല്ലാം ശീലിച്ചോളണം. ആമേശ്വരം. ഞാനിത് കഴിക്കത്തില്ലെന്ന് പറയരുത്, എല്ലാം കഴിച്ചോളണം, കിട്ടുന്നതെല്ലാം. എനിക്ക് ഇഡലി ഇഷ്ടമല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഒരിക്കലേ. ഇഡലി എനിക്കിഷ്ടമല്ല. ഇഡലി ഇഷ്ടമല്ലെന്നല്ല, പുളി ഉണ്ടെങ്കിൽ ഇഷ്ടമല്ല.
രാവിലെ പുളിയുള്ള ഒരു ഐറ്റംസും ഇഷ്ടമല്ല. അപ്പൊ ഞാന് ബാംഗ്ലൂരിൽ ഒരു ചർച്ചിൽ മീറ്റിങ്ങിന് പോയിരിക്കുക. അത് രാവിലെ തമിഴ് സർവീസ്, പിന്നത്തേതിൽ മലയാളം സർവീസ്, പിന്നത്തേതിൽ കന്നഡ സർവീസ്, അടുത്തത് ഇംഗ്ലീഷ് സർവീസ്. അതിന് 4 സർവീസ് ഉണ്ട് ആ ചർച്ചിൽ. അപ്പോൾ അവിടുത്തെ 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിൽ എന്നെ അവർ ക്ഷണിച്ചിരിക്കുക 3 ദിവസം. അപ്പോൾ ഒരു തെലുങ്ക് പാസ്റ്ററുണ്ട്, ശ്രീനിവാസൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ആന്ധ്രക്കാരന്. അപ്പൊ ഇദ്ദേഹത്തെയാണ് എന്നോട് കൂടെ എനിക്ക് ആഹാരം വാങ്ങിച്ചു തരാൻ വേണ്ടി ആക്കിയിരിക്കുന്നത് അവിടുത്തെ ചർച്ചുകാര്, ഈ പാസ്റ്റർ. അമ്മേ സ്തോത്രം. അപ്പോ ഇദ്ദേഹം എന്നോട് ചോദിച്ചു, പാസ്റ്റർ എന്ത് വേണം, ദോശ വേണോ ഇഡ്ഡലി വേണോ? ഞാൻ പറഞ്ഞ് ദൈവാസന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം മേടിച്ചുകൊണ്ട് വന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ഇഷ്ടം ഇഡ്ഡലിയാണ്. ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇഡ്ഡലിയ. അതും നല്ല പുളിയുള്ള ഒരു കടി കടിച്ചു കഴിഞ്ഞാൽ കണ്ണക്ക 11 അടയും, അതുപോലത്തെ ഇഡ്ഡലിയ. ആമേ സ്തോത്രം. അപ്പൊ ആദ്യത്തെ ദിവസം കൊണ്ടുവന്നു. ആമേ സ്തോത്രം. എനിക്ക് 4-5 ഇഡ്ഡലി ഇദ്ദേഹം വെച്ചു, വലിപ്പമുള്ളതാ. ഞാൻ പറഞ്ഞു, എന്റെ ദൈവാസന എനിക്ക് 2 എണ്ണം മതി. ആമേ സ്തോത്രം. രാവിലെ കുറച്ച് കഴിക്കത്തുള്ള 2 എണ്ണം മതി എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം. അദ്ദേഹത്തിന് സന്തോഷമായി, അദ്ദേഹത്തിന് ഇഡ്ഡലിയാ ഇഷ്ടം. അപ്പൊ അദ്ദേഹം കഴിച്ചു, നന്നായിട്ട് കഴിച്ചു. എന്റെ മുമ്പിൽ നിന്ന് കഴിക്കുക. ഞാനൊരു കടി കഴിച്ചപ്പോ എന്റെ കണ്ണൊക്കെ 11 അടഞ്ഞു. ആമേ സ്തോത്രം. അതുപോലത്തെ പുളികളാണ്. എന്നോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ. പിറ്റേ ദിവസം രാവിലെ ആമേ പാസ്റ്റർ എന്ത് മേടിക്കണം? നമുക്ക് ഇഷ്ടമുള്ളത് മേടിച്ചു. അപ്പൊ നമ്മൾ കരുതുന്നത് എന്താ, ഇന്ന് ഇഡ്ഡലിയാണെങ്കിൽ നാളെ എന്ത് ചെയ്യും? ദോശ, വെള്ളയപ്പോ, പുറ്റ എന്ന്. അപ്പൊ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു കുഴപ്പമുണ്ടായില്ല, നന്നായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് പിറ്റേ ദിവസം ഇഡ്ഡലി. ആമേ സ്തോത്രം. ഇതുപോലെ തന്നെ കൃത്യമായിട്ട് ആമ ഇഡ്ഡലി കൊണ്ടുവന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് 2 എണ്ണം മതി. പ്രൈസലോ. ആമേ 2 എണ്ണം ഇഡ്ഡലി കഴിച്ചു. അതേപോലത്തെ തന്നെ ടേസ്റ്റ് ബാലൻസ് അദ്ദേഹം കഴിച്ചു. 3-ാമത്തെ ദിവസം എന്നോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു നല്ലതായിരുന്നു. ഓക്കെ. 3-ാമത്തെ ദിവസം ഇഡ്ഡലി വാങ്ങിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് അതാണ് ഇഷ്ടം. ആമേ സ്തോത്രം. അദ്ദേഹത്തിന് ആ പുളിയുള്ള ഇഡ്ഡലിയും ആ സാമ്പാറും ചമ്മന്തിക്ക് ഇഷ്ടമാണ്. അപ്പൊ ദൈവം എന്നെ ആ സമയത്ത് പഠിപ്പിക്കുകയായിരുന്നു. ആമേ സ്തോത്രം. ഈ തിരുവനന്തപുരം ഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ ശുശ്രൂഷക്ക് പോയി കഴിഞ്ഞാൽ വൈകിട്ടൊക്കെ ദോശ, ഓംലേറ്റ് അല്ലെങ്കിൽ ബുൾസെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. ദോശ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരിക്കുള്ളൂ. ആമേ സ്തോത്രം. അപ്പൊ എല്ലാം നമ്മളെ ദൈവം എന്ത് ചെയ്യുക? നമ്മൾ ചെയ്യത്തില്ല, നമ്മൾ കഴിക്കത്തില്ലെന്ന് പറയുന്ന സംഭവങ്ങൾ എന്ത് ചെയ്യും? നമ്മളെ കഴിപ്പിക്കും. ആമേ സ്തോത്രം. ബീഹാറിൽ ഞങ്ങൾ പോയ സമയത്ത് പിന്നെ ഞങ്ങളുടെ ഈ മനോഭാവം മനസ്സിലാക്കിയ പാസ്റ്ററിന്റെ ഭാര്യ അനു സിസ്റ്റർ, അലക്സ് പാസ്റ്ററിന്റെ ഭാര്യ, ഞങ്ങള് രാവിലെ തന്നെ ശുശ്രൂഷകൾക്കായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഈ ആന്റിയുടെ കയ്യിൽ ഒരു ബിഗ് ഷോപ്പറിൽ ഞങ്ങൾക്ക് കഴിക്കാനുള്ള കറി ഉണ്ടാകും. ആമേ സ്തോത്രം. ഉച്ചക്ക് ഏതെങ്കിലും വീട്ടിൽ നിന്നായിരിക്കുള്ള ആഹാരം. ആമേ. പക്ഷെ അവിടത്തെ കറി, കടുക് എണ്ണയില്ല, കടുക് എണ്ണ, ആമേ സ്തോത്രം, ഏകദേശം ഇത്രയും ലെയറോളം ഇങ്ങനെ മുകളിൽ പൊങ്ങി നിൽക്കുന്നുണ്ടാവും. ആമേ സ്തോത്രം. ഈ കടുകെണ്ണ, ആമേ സ്തോത്രം, നല്ല സൈസ് ആമേ ഇറച്ചികളായിരിക്കുള്ളൂ. ചിക്കൻ ആണെങ്കിൽ ചിക്കന്റെ ആമേ ഏറ്റവും തല അടക്കം വേണമെങ്കിൽ ഉണ്ടാകും അതിനകത്തേക്ക്. ആമേ സ്തോത്രം. അങ്ങനെയുള്ള കടുകെണ്ണ കൊണ്ട് ഉണ്ടാക്കുന്ന ആഹാരങ്ങളാ, കഴിച്ചേ മതിയാകും. പക്ഷെ ഇവര് കൂടെ നമുക്ക് പരിചയമുള്ളവരുണ്ടായിരുന്നത് കൊണ്ട് അവര് ഞങ്ങൾക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള വേറെ കറികളും മറ്റു സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടാണ് അവര് വരുന്നത്. ആമേ സ്തോത്രം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മളത് കഴിക്കണം. ഈ കർത്താവിന്റെ വയലിൽ അധ്വാനിക്കുന്ന ഒരുപാട് ദൈവഭൃത്യന്മാര്, ഞാൻ എന്നും ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മളൊക്കെ ഒന്നും ദൈവവേലക്കാരല്ലോ. ഞാനടക്കം ഇതൊക്കെ ഒന്നും ദൈവവേല എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. എല്ലാ സുഖ സൗകര്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാ, നമ്മളൊന്നും വില മുടക്കുന്നില്ല. ആമേൻ സ്തോത്രം. എന്താ കുറവുള്ളത്? ആമേൻ സ്തോത്രം. എന്താ കുറവുള്ളത് പ്രിയമക്കളെ? ആമേ, ഇങ്ങനെയൊന്നും അല്ല അപ്പോസ്തലന്മാര് ദൈവവേല ചെയ്തിട്ടുള്ളത്. ആമേ, കർത്താവിന്റെ നാമനിമിത്തം കഷ്ടം അനുഭവിച്ച ഒരുപാട് ദൈവഭൃത്യന്മാരുണ്ട്. ആമേ, അവരുടെ ആമേ സ്തോത്രം കാലിന്റെ നഖത്തിന്റെ അടുക്കൽ നമ്മളെ കെട്ടാൻ പറ്റത്തില്ല. ഒരു റോയി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം നമ്മളുടെ പുതുവൈപ്പിലായിരിക്കുന്ന ചർച്ചിൽ വന്നപ്പോൾ ഒരു സാക്ഷ്യം പറഞ്ഞു. പക്ഷേ ഞങ്ങള് ഭാഷ ഇല്ലാത്ത ആമേ ആളുകളുടെ അടുക്കൽ പോയി, അതായത് ട്രൈബൽ ഏരിയയിൽ പോയിട്ട്, ഗോത്രവർഗക്കാരുടെ ഇടയിൽ പോയിട്ട് അവരോടുകൂടെ താമസിച്ച്
അവരെന്താണ് പറയുന്നതെന്ന് ഞങ്ങൾ കേട്ട് അത് ഞങ്ങൾ പഠിച്ച് അതിന് ഭാഷയുണ്ടാക്കി, ആ ഭാഷയ്ക്ക് ലിപി ഉണ്ടാക്കി, ബൈബിൾ ഉണ്ടാക്കി അവരെ പഠിപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. സ്തോത്രം. എത്ര നാൾ കൊണ്ട് നടക്കുക? വർഷങ്ങൾ എടുക്കുമെന്ന് പറയുന്നത് 10, 12, 15 വർഷങ്ങളൊക്കെ വരെ ഈ ഒരു പ്രയത്നമായിട്ട് കടന്നു പോകേണ്ടതായി വരും. അദ്ദേഹം പറഞ്ഞൊരു സ്തോത്രം വലിയൊരു അപകടമുണ്ട്. ചിലപ്പോ 7, 8, 9 വർഷം വരെയൊക്കെ ഇവരുടെ കൂടെ നടന്ന് വർക്ക് ചെയ്ത് പ്രവർത്തിച്ച വ്യക്തിത്വങ്ങൾ ചില സമയം കഴിയുമ്പോൾ അവർ ഇത് വിട്ടിട്ട് പോകുന്ന ഒരവസ്ഥകളുണ്ട്. സ്തോത്രം. ഇവരുടെ കൂടെ നടന്ന് പഠിച്ച് ഏകദേശം ഒരു ലിപിയുടെ അടുക്കിലേക്ക് വരുമ്പോൾ പിശാച് ഇവരുടെ അകത്തളത്തിൽ കയറിയിട്ട് ഈ പഠിപ്പിക്കുന്ന അധ്യാപകരെ അല്ലെങ്കിൽ ഈ ദൈവഭൃത്യന്മാരെ ഈ ശുശ്രൂഷയിൽ നിന്ന് ഒഴിവാക്കി കൊണ്ടുപോകുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നത്തേതിൽ ഒന്നാമത്തെ നിലയിൽ നിന്ന് എന്ത് ചെയ്യണം? വീണ്ടും തുടങ്ങണം. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എനിക്ക് മക്കളുണ്ട്. സ്തോത്രം. 2, 3 കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ഈ ലോകത്തില് ആർക്കും അറിയാൻ പാടില്ലാത്ത ഭാഷകൾ അറിയാം. ഈ ഭാഷകൾ കൊണ്ട് അവർക്കൊരു ഓഫീസിൽ ജോലി കിട്ടത്തില്ല. അവരുടെ പ്രായക്കാരായ വ്യക്തിത്വങ്ങളോട് സംസാരിക്കാൻ പറ്റത്തില്ല. ഒരാൾക്കും ഒരു നന്മയും വരാത്ത ഒരുപാട് ഭാഷ കുഞ്ഞുങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളോടൊപ്പം അവരും കർത്താവിന്റെ വേല ചെയ്യുകയാ. നമുക്കിന്ന് നമ്മുടെ മക്കളെ എന്താ ചെയ്യിക്കുന്നത്? നമ്മുടെ മക്കളെ പഠിപ്പിച്ച് വലുതാക്കി അവരിൽ നിന്ന് ആദായം എടുത്ത് ആ ആദായം കൊണ്ട് നമ്മളും ഉപജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലല്ലേ നമ്മളെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത്. അവരും കർത്താവിന്റെ വേല ചെയ്യുന്നവരാ. ആ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഇംഗ്ലീഷ് അല്ല, മലയാളമല്ല, ഹിന്ദിയല്ല, ആർക്കും വേണ്ടാത്ത, ഒരാൾക്ക് ഉപകാരമില്ലാത്ത, ഒരു ഗോത്രത്തിന് മാത്രം ഉപകാരപ്പെടുന്ന കുറെ ഭാഷകൾ ആ കുഞ്ഞുങ്ങൾക്ക് അറിയാം. 10, 15 വർഷം കഴിയുമ്പോൾ ആ ഭാഷ മാറിയിട്ട് വേറെ ഭാഷ പഠിക്കുകയാ. സ്വതം ആഹാരം, ഗോത്രക്കാര് കഴിക്കുന്ന ആഹാരം കഴിക്കും. സ്വതം വസ്ത്രം, അവര് ധരിക്കുന്ന വസ്ത്രം ധരിക്കും. കിടക്കുന്നതോ അവര് കിടക്കുന്ന കുടിലിൽ കിടക്കും. എന്തിനു വേണ്ടിയാ? കർത്താവിന്റെ നാമനിമിത്തമാ എന്ന് കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, അങ്ങനെയെങ്കിൽ അവരുടെ പ്രത്യാശ ഒന്ന് ചിന്തിച്ചു നോക്കി. അവർക്ക് മക്കളുള്ളതാ. പ്രതീക്ഷകളൊന്നുമില്ല. ഈ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഭാഷകള് സ്വതം നമ്മുടെ സ്വതം ഈ ദേശത്തിൽ ഒരു ഗ്രാമത്തിൽ പോലും സ്വതം അതിന്റെ ഒരു ശതമാനം പോലും പറയാൻ പറ്റത്തില്ല. പറഞ്ഞാൽ തന്നെ ഒരു കാര്യമില്ലാത്ത ഭാഷകളാ. സ്വതം പഠിപ്പിച്ച് വളർത്തി ജോലിക്കാരാക്കി മാറ്റി അതുകൊണ്ട് ഉപജീവിക്കുന്ന ഒരു തലമല്ല പ്രിയ മക്കളെ. കർത്താവിന്റെ നാമത്തിനു വേണ്ടി പൂർണ്ണ സമയവും കേൾക്കുന്ന ദൈവത്തിന് ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കൊന്നും അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ മക്കളെ ഞാൻ വിഷയം വിടുകയാ. അപ്പോ ഇവിടെ കൊർന്നേലിയോസിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന ഇവിടെ പത്രോസിന്റെ മുമ്പിൽ വരുമ്പോ പത്രോസിന്റെ മനോഭാവത്തിന് എന്ത് ചെയ്യണം? മാറ്റം വരണം. അയ്യോ, എന്റെ സമയം തീർന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാറ്റം വരണം. അവൻ അവിടെ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ജാതികളുടെ ഭവനത്തിലേക്ക് പോകാത്ത പത്രോസിനെ പരിശുദ്ധ ദൈവം ആ വിവശതയിൽ വെച്ച് ഒന്ന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആ വിവശതയിൽ വെച്ച് പത്രോസിനെ ഒന്ന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പത്രോസേ, ഞാൻ വിശുദ്ധീകരിച്ചതിനെ അശുദ്ധമെന്ന് നീ പറയരുത്. അവന് നല്ലൊരു പാഠമായിരുന്നു പരിശുദ്ധ ദൈവം അവന് കൊടുത്തത്. അവന്റെ മനസ്സിനെ സമ്മതിപ്പിച്ചപ്പോൾ ഡോറിൽ ആള് കൊട്ടുന്നു. നോക്കിയപ്പോൾ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ വന്നിരിക്കുന്ന ഭൃത്യന്മാരാ. എന്ത് ചെയ്യണം? വിളിക്കുന്നു. എവിടേക്ക്? കൊർന്നേലിയോസിന്റെ ഭവനത്തിലേക്ക്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇന്ന് രാത്രികാലം നീ അന്വേഷിച്ചു പോകുന്നത് അവന് കഴുതയായിരിക്കാം. പക്ഷെ സ്വർഗത്തിലെ ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ഒരു രാജകീയ കിരീടമാണ്. നിന്റെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. നിന്റെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ. ഇന്ന് രാത്രി ഒന്ന് തിരിച്ചറിയുക. മുമ്പിൽ ഒരുപാട് കണക്കുകൂട്ടലുകളുമായിട്ട് ദൈവത്തിന്റെ പാതപീഠമായിരിക്കുന്ന ദൈവ പൈതലെ, നിന്റെ കണക്കുകൂട്ടലുകളെല്ലാം കർത്താവിന്റെ കരത്തിലേക്ക് കൊടുക്കുക. നിന്റെ പദ്ധതികൾക്ക് ഒരു വിരാമം ഇട്ടുകൊണ്ട് നിന്റെ നിലവാരത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ പരിശുദ്ധ ദൈവം ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരികയാണ്. എല്ലാ കണ്ണുകളും ദൈവസ്ഥലം, എല്ലാ കണ്ണുകളും ദൈവസ്ഥലം ഏൽപ്പിച്ചു കൊടുക്കാം. അന്വേഷണം കഴുതയ്ക്ക് വേണ്ടിയുള്ളതാ. അന്വേഷണം അവന് കടബാധ്യതകൾക്ക് വേണ്ടിയുള്ളതാ. അന്വേഷണം ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ളതാ. അന്വേഷണം തൊഴിലിന് വേണ്ടിയുള്ളതാ. അന്വേഷണം ബിസിനസിന് വേണ്ടിയുള്ളതാ. അന്വേഷണം മക്കളുടെ ഭാവിക്ക് വേണ്ടിയുള്ളതാ. അന്വേഷണം പലതിനും വേണ്ടിയുള്ളതാ. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം
അതൊന്നുമല്ല പ്രിയമക്കളെ. ദൈവത്തിന്റെ ഇഷ്ടം അതൊന്നുമല്ല. അവൻ നിന്നെ കുറിച്ച് സമഗ്രമായ ഒരു പദ്ധതി ദൈവം നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ്. അവൻ ഇന്ന് രാത്രിയിൽ എനിക്കറിയത്തില്ല, ആരെങ്കിലും എന്തെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ചിന്തിച്ചാണ് ഇന്ന് പകൽക്ക് രാത്രിക്കാലം വന്നിരിക്കുന്നതെങ്കിൽ നിന്റെ ചിന്താനുകൂലങ്ങളെല്ലാം യേശുവിനെ കാൽപാദപീഠം വെച്ചു കൊടുക്കാം. എന്നിട്ട് അവനോട് പറ, എന്റെ ഇഷ്ടമല്ല കർത്താവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റണമേ. എന്റെ ഹിതമല്ല കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കാം. പത്രോസിനെ ദൈവം സമ്മതിപ്പിച്ചു. അവൻ ശൗൽ എന്ന് പറയുന്നവനെ ദൈവം സമ്മതിപ്പിച്ചു. കർത്താവേ, തലകളെ ഉണക്കിയിരിക്കുന്ന നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവം അത്ഭുതം ചെയ്യുമാറാകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവരുടെ മുമ്പിൽ ഒരുപാട് വിഷയങ്ങളുണ്ടാകും, പക്ഷെ ദൈവത്തിന് അവരെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിറവേറണം. മറിച്ച് അവരുടെ മാനുഷിക ബുദ്ധിക്കകത്ത് ചിന്തിച്ചു വെച്ചിരിക്കുന്ന ചിന്തകളെല്ലാം ദൈവത്തിന്റെ സമഗ്രമായ പദ്ധതി, ദൈവത്തിന്റെ ഇഷ്ടം ഇന്ന് രാത്രികാലം നിറവേറട്ടെ. സ്വർഗത്തിലെ ദൈവം അപ്രകാരം ചെയ്യുന്നതിനായി നന്ദി. മഹത്വം ദൈവം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ.